പാകിസ്ഥാനി ധാബ സ്റ്റൈലിലുള്ള ചന ദാൽ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് റൊട്ടിയിലേക്കും ചപ്പാത്തിയിലേക്കൊക്കെ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിലേക്ക് ഞാൻ ഉപ്പും മഞ്ഞളും ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. വെറുതെ പരിപ്പും വെള്ളം മാത്രം ചേർത്ത് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് അങ്ങ് ഉടഞ്ഞ് പോകാത്ത വിധത്തിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 8 മിനിറ്റ് കുക്ക് ചെയ്ത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ട്. ഞാനതൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതാ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഉടഞ്ഞ് പോയിട്ടുമില്ല, എന്നാൽ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി നമ്മൾ അല്പം ഓയിൽ ഒഴിച്ച് അതിലേക്ക് 2 വലിയ സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ബ്രൗൺ കളറാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പൊടിയായി അരിഞ്ഞിട്ടുള്ള വലിയൊരു ടൊമാറ്റോയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലപ്പൊടിയായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഇതിലേക്ക് അല്പം ഇഞ്ചി നീളത്തിൽ തിന്നായി അരിഞ്ഞതും പച്ചമുളക് 2 എണ്ണം വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് 2 ചിക്കൻ ക്യൂബും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ വെന്തിട്ടുള്ള ആ ഒരു കടലപ്പരിപ്പ് വെള്ളത്തോട് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി സൈഡ് ഡിഷാണിത്. ഇനി നമുക്കിത് ബൗളിലേക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിന് മുകളിലായിട്ട് അല്പം മല്ലിയിലയും ചോപ്പ് ചെയ്തിട്ടുള്ള ജൂലിയൻ കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി വട്ടത്തിലരിഞ്ഞിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്താണ് ഇത് സെർവ് ചെയ്യേണ്ടത്. അപ്പോൾ ചപ്പാത്തിയിലേക്ക് അഡാറ് കോമ്പിനേഷനാണ് കേട്ടോ. അതുപോലെ റൊട്ടി കുബൂസ് എന്നിവയൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. താങ്ക്